വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മളിപ്പോൾ വെസ്റ്റ് കോസ്റ്റിൻ്റെ സീ ഫുഡ് ഫാക്ടറി ഏരിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ കുറേ പ്രോഡക്റ്റ്സ് എല്ലാം കണ്ടല്ലോ. അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ വളരുന്ന ഹാച്ചറി തൊട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട്, അതായത് ഇപ്പോൾ റോ ആയിട്ട് നമ്മൾ കാണുന്നു, അതിനൊരു കറി ഫോമിലോ അല്ലെങ്കിൽ ഗ്രിൽഡ് ഫോമിലോ ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇവിടുത്തെ ഷെഫ് തന്നെ അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യം. ആൻഡ് ദിസ് ഷെഫ് കൃഷ്ണേന്ദു എന്നാണ് പുള്ളിയുടെ പേര്. ക്യാമ്പേ ടൈഗർ ഇവരുടെ റിസർച്ച് വിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് റെസിപ്പീസ് ഇവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃഷ്ണേന്ദു ഒക്കെ ആ ടീമിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഷെഫ് കൃഷ്ണേന്ദു, യു ആർ ഫ്രം വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ? ബേസിക്കലി വെസ്റ്റ് ബംഗാൾ. ബംഗാളിലാണ്, ബട്ട് യു ആർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബോംബെ. ബോംബെയിൽ ജനിച്ച് വളർന്ന ആളാണ്, ബംഗാളി ആണ് ബേസിക്കലി. ആൻഡ് നൗ വാട്ട് ആർ യു പ്ലാനിങ് ടു മേക്ക്? ബട്ടർ ഗാർലിക് പ്രോൺസ്. ഇറ്റ്സ് എ പാൻ ഗ്രിൽഡ്? യെസ്, പാൻ ഗ്രിൽഡ്. അതായത് ഗ്രില്ല് വേണ്ട, ഇലക്ട്രിക് ഗ്രില്ലൊന്നും വേണ്ട. പാൻ ഒരു ഫ്രൈയിങ് പാനിൽ ഗ്രില്ല് ചെയ്യുന്ന ഒരു പ്രോൺ, ബട്ടർ ഗാർലിക് പ്രോൺസ്. അപ്പോൾ ദിസ് ഇസ് ബ്ലാക്ക് ടൈഗർ പ്രോൺസ് ആണ്. ഇത് ഇവിടുത്തെ ഫാമിൽ വളരുന്ന ബ്ലാക്ക് ടൈഗർ പ്രോൺസ്. എന്ത് ഭംഗി നോക്കൂ കാണാൻ. ഒരു ബ്ലൂ ലൈൻ പോലെയാണ് ആ ബ്ലാക്ക് ടൈഗർ പ്രോൺസ്. ഇറ്റ് ലുക്സ് വെരി നൈസ്, നോ? Yeah, that is the distinguish which help you to know that is black tiger prawns. Black, okay. This is the color. Yeah. Okay. Oh, black tiger prawns. അപ്പോൾ ക്യാമ്പേ ടൈഗർ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക, ബ്ലാക്ക് ടൈഗർ പ്രോൺസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആദ്യത്തെ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ദിസ് ഇസ് ബട്ടർ ഗാർലിക് മാരിനേഡ് ആണിത്. ഇത് വാങ്ങാൻ കിട്ടും പാക്കറ്റിൽ. ഇവരുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ്. ബട്ടർ ഗാർലിക് മാരിനേഡ് കുറച്ച് ഇടുന്നു, ഏകദേശം 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഗാർലിക് മാരിനേഡ് ചേർത്തു. ഇനി കുറച്ച് എണ്ണ, കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുന്നു. ക്യാമ്പേ ടൈഗർ പ്രോഡക്റ്റായിട്ട് തന്നെ ഇത് വാങ്ങാൻ കിട്ടുന്നുണ്ട്, ഈ ഒരു മാരിനേഡ്, ദാറ്റ് ഈസ് ബട്ടർ ഗാർലിക് മാരിനേഡ്. പക്ഷേ അവരുടെ തന്നെ ഔട്ട്ലെറ്റ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ ബോംബെയിൽ യു ഹാവ് 2 outlets in Bombay. One it is in Bandra and one is Lokhandwala. Okay. In which other parts you have exclusive? Now we are upcoming with in Pune and other metropolitan cities. Okay. അവിടെയെല്ലാം ഈ മാരിനേഡ് വാങ്ങാൻ കിട്ടും. ഓക്കെ, ഇത് പുരട്ടി വെച്ചു. ഓക്കെ, പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി. ഓക്കെ. യെസ്, കുറച്ച് എണ്ണ ചേർക്കുന്നു, ഒരു ലിറ്റിൽ 2 ടീസ്പൂൺ. അപ്പോൾ ഇത് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇതൊരു ½ an hour എങ്കിലും വെക്കണം എന്നാണ് പറയുന്നത്. ½ an hour. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് ഈ തവയിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കും, ഷാലോ ഫ്രൈ പോലെ. എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലാക്ക് ടൈഗർ പ്രോൺസ് അങ്ങനെ മാരിനേറ്റഡ് പ്രോൺസ് ഇങ്ങനെ തവയിൽ കടന്നിട്ട് നന്നായിട്ട് ഗ്രിൽഡ് ആകുകയാണ്. നല്ലൊരു മണം, നല്ല എന്താ പറയുക, മാരിനേറ്റ് ഭയങ്കര നല്ലതാണ്. ഇറ്റ്സ് ഗിവിങ് ഗുഡ് ഫ്ലേവർ. ആ പ്രോൺസിൻ്റെ മണവും കൂടി വന്നിട്ടേ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്രോൺസ് അല്ലേ, നല്ല എന്താ പറയുക, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പ്രോൺസാണിത്. ഇനി തിരിച്ചിരുന്നു 2 സൈഡിലും, പെട്ടെന്ന് തന്നെ വേഗം. ഇറ്റ് ഗെറ്റ്സ് കുക്ക്ഡ് വെരി ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ ക്യാമ്പേ ടൈഗർ പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള പല കാര്യങ്ങൾ കാണുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ഷ്രിംസിനെ നമ്മൾ വളരുന്ന സ്ഥലത്തെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവൻ്റെ പ്രോസസ്സിങ് കണ്ടു, എല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ട് പോയിട്ട് അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പുതിയ റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യാം. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കും. ഇതൊരു ബ്ലാക്ക് ടൈഗർ പ്രോൺസിൻ്റെ കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ ഏത് തരം പ്രോൺസ് ആണെങ്കിലും ഇങ്ങനെ ചെയ്യാം. പിന്നെ അതല്ലാതെ അവർ തന്നെ വേറെ ഒരുപാട് ബാസ പറഞ്ഞ ഫിഷുണ്ട്, പല ടൈപ്പ് തിലാപ്പിയ ഉണ്ട്. അതിനെല്ലാം തന്നെ ഗ്രില്ല് ചെയ്യാൻ പറ്റും. വെറൈറ്റി ആയിട്ടുള്ള മാരിനേറ്റ്സ് കൊടുത്തിട്ട് നല്ലതായിട്ട് പാചകം ചെയ്തെടുക്കാം. ഫ്രഷ് ഫിഷ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേഗം, ഭയങ്കര സ്വാദ്, അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ ബട്ടർ ഗാർലിക് മാരിനേഡ് റെഡിമെയ്ഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്ത് കണ്ടത്. ഇനി ഇത് നിങ്ങൾക്ക് വീട്ടിൽ മാരിനേഡ് ഇല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോൺസിനെ എടുത്തിട്ട് കുറച്ച് ചോപ്ഡ് ഗാർലിക്ക്, പിന്നെ കുറച്ച് ഗാർലിക് ജ്യൂസ്, കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെന്താ
പാസ്ലി ഉണ്ടെങ്കിൽ അത്, പിന്നെ ഇതെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് ഉപ്പും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഇച്ചിരി പെപ്പർ പൗഡറും കൂടി വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് വെണ്ണയിൽ ബട്ടറിലാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ബട്ടർ ഗാർലിക് പ്രോൺസാണ്. ഇതിപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, നൈസ്, ലുക്കിംഗ് വെരി നൈസ് and smells very nice, very good flavor is coming out. Please try one. Oh yes. Nice. What a fresh feeling. എന്തായാലും ബട്ടർ ഗാർലിക് പ്രോൺസ്, ബ്ലാക്ക് ടൈഗർ പ്രോൺസ്, ബ്യൂട്ടിഫുള്ളി ഡൺ. നല്ല മണം, നല്ല രുചി. ആ രുചി എന്ന് പറയുമ്പോൾ ശരിക്കും അത് ആ ഫ്രഷ്നെസ്സാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഒരു എന്താ പറയുക, അത്രയ്ക്ക് ഫ്രഷ്, ഇതിനെക്കാട്ടിലും ഫ്രഷായിട്ട് നമുക്കൊന്നും കാണാൻ കിട്ടില്ല. അത്രയ്ക്ക് ഫ്രഷാണ്, പെട്ടെന്ന് തന്നെ വേകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അതൊരു വ്യത്യസ്തമായൊരു രുചിയോടുകൂടി നമുക്ക് കഴിക്കാൻ സാധിക്കുന്നു. വെരി നൈസ്. ഇനി വീണ്ടും ഷെഫ് വേറൊരു ഐറ്റം ആണ്. ഇനി തിലാപ്പിയ ഗോയിങ് ടു മേക്ക്. ഓക്കെ, അപ്പോൾ വേറൊരു മാരിനേഷൻ കൊടുത്തിട്ട്, റെഡിമെയ്ഡ് മാരിനേഷൻ അല്ലാത്തൊരു മാരിനേഷൻ കൊടുത്തിട്ട് തിലാപ്പിയ ഒന്ന് ഇതുപോലെ ഗ്രിൽ ചെയ്യാൻ പോകണം. തിലാപ്പിയയും ഇവരുടെ ഫാമിൽ നിന്ന് വരുന്ന ഫിഷ് തന്നെയാണ്, ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പം ഷ്രിംപ് കൾട്ടിവേഷനുണ്ട്, അല്ലാത്ത മത്സ്യകൃഷിയും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് ഫ്രം ദ ഫാമിൽ നിന്ന് വന്ന ഫ്രഷ് ഫ്രം ദ ഫാം എന്നൊക്കെ പറയില്ലേ, അതുപോലെ പല പ്രോഡക്ട്സും നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് തോന്നുന്നു കൂടുതലും വെജിറ്റബിൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ അത് കൃഷി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് പറിച്ച് കഴിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ പ്രോൺസിൻ്റെ കാര്യത്തിലും ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന്, അത് വളരുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് കഴിച്ച് അതിൻ്റെ സ്വാദറിയാണ്. വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. എനിവേ, താങ്ക് യു സോ മച്ച്. അപ്പോൾ തിലാപ്പിയ പറഞ്ഞ ഫിഷിൻ്റെ ഒരു പാൻ ഫ്രൈ ആണ് കാണാൻ പോകുന്നത്. അത് തിലാപ്പിയ നമ്മൾ കണ്ടിട്ട് അല്ലേ, വി നോ ദ ഫിഷ് എന്താണെന്ന് അറിയാം. അത് ഏതാണ്ട് എന്താ പറയുക, നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു മീനാണ്. വെരി ഫ്രഷ്, മീറ്റി ആൻഡ് ഫ്ലഷ്. It's also known as chicken of sea. Chicken of sea, really? Okay. കടലിലെ കോഴിയാണെന്നാണ് പറയുന്നത് തിലാപ്പിയനെ, അല്ലേ? വെള്ളത്തിലെ കോഴിയാണ്. ചിക്കൻ ഓഫ് ദ വാട്ടർ, ചിക്കൻ ഇൻ ദ വാട്ടർ, വാട്ടർ. അപ്പോൾ അതിനിപ്പോൾ സീ ചിക്കൻ, അതെ, അത്രയ്ക്ക് ഫ്ലഷിയാണ്. അതിൻ്റെ തൊലിയൊക്കെ മാറ്റി, തലയെല്ലാം മാറ്റി, മുള്ളെല്ലാം മാറ്റി, ഇങ്ങനെ ഫില്ലേ ടൈപ്പായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നല്ല ഫ്ലഷ്, കാണുമ്പോൾ തന്നെ അറിയില്ലേ, ഫ്ലഷ് മാത്രമേ ഉള്ളൂ ഇതിൽ. ഇങ്ങനെ കാണുമ്പോൾ കണ്ടില്ലേ, ഇതൊരു ബ്രൗൺ മാർക്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഫുൾ വൈറ്റ് ആയിട്ടുള്ളൊരു ഫ്ലഷാണത്. അതിൻ്റെ മീറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് സോഫ്റ്റ്. യെസ്. അപ്പോൾ ഇതിനൊരു മാരിനേഷൻ കൊടുക്കാൻ പോവാണ്. എന്തൊക്കെയാണ് അതിന് ചേർക്കുന്നത് നോക്കാം. അപ്പോൾ ഷെഫ് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടൊരു സ്വന്തമായിട്ടൊരു മാരിനേഷൻ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, യെസ്, 1/2 ടീസ്പൂൺ ടർമറിക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അഗെയിൻ ഒരു 1/4 ടീസ്പൂൺ ഓഫ് പെപ്പർ പൗഡർ, കുറച്ച് ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ജിഞ്ചർ പേസ്റ്റ് കുറച്ച്, ഒരു 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്, 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇനി ഇതിലേക്ക് ഒരല്പം കോൺഫ്ലവർ, 1 ടീസ്പൂൺ കോൺഫ്ലവർ, നല്ല ഹീപ്ഡ് ടീസ്പൂൺ ഓഫ് ഓൾ പർപ്പസ് ഫ്ലവർ, ദാറ്റ് ഇസ് മൈദ മാവ്. അപ്പോൾ മാരിനേറ്റഡ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ. കുറേ കാര്യങ്ങൾ ചേർത്തിരുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പിന്നെ കുറച്ച് കോൺഫ്ലവറും മൈദ മാവും, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തു. ഇനി ഇത് ഫിലെ പീസ് തിലാപ്പിയയുടെ കഷ്ണം അതിനകത്തേക്ക് ഇട്ടു, ഒരു വലിയൊരു ലോങ് പീസ്. യെസ് പ്ലീസ്. മസാല പേസ്റ്റ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആക്കിയിട്ട് മീനിലിങ്ങനെ തൊട്ടു. അപ്പോൾ ഈ മസാല ഒരു 2 ഫിലെ പീസിന് ധാരാളം മതിയാകും. ഒരല്പം മുട്ടയുടെ, ഒന്നുകിലും മുഴുവനായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി മുട്ടയുടെ വെള്ളം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 വലിയ ഫിലെ പീസ്, വെരി നൈസ് ലുക്കിംഗ്. മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ ഇനി ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്യാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ എണ്ണ ഒഴിക്കും. എണ്ണ അധികം കുടിക്കില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഡസൻ ഡ്രിങ്ക് ഓയിൽ No, ലൈക്ക് it does not absorb too much of oil. Okay. As you have added കോൺഫ്ലവർ ആൻഡ് മൈദ ആൻഡ് ഈവൻ എഗ്. Yes. സോ ദാറ്റ് ഇസ് വൈ. സോ എന്നാലും കുറച്ച് എണ്ണ ഒഴിക്കുന്നു. ഓക്കെ, ഹൗ മച്ച് യു ക്യാൻ ടേക്ക്. എണ്ണ ഒഴിച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഇത് കുറച്ച് നേരം ഒരു 10-20 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കുന്നത് നല്ലതാണെന്നാണ് ഷെഫ് പറയുന്നത്. ഇറ്റ് ഷുഡ് കീപ് ഫോർ അറ്റ്ലീസ്റ്റ് 10 to 20 minutes, right? At least half an hour for in refrigerator. No problem. Just before starting your other plan of the day, you can just marinate and keep it in the fridge. And when you want to, when your meal is ready, when you're just about to set your plate, you can just fry it and put it in the pan and serve. സോ ഈസി. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചിരുന്നാൽ ആവശ്യമുള്ള സമയത്ത് എടുത്തൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താലും മതി. ഇത് 2-3 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് മുട്ട ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്, പിന്നെ മൈദയുണ്ട്, കോൺഫ്ലോർ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ആ മാരിനേഷനൊക്കെ അതിലിങ്ങനെ മസാലയൊക്കെ പൊതിഞ്ഞ് കറക്റ്റായിട്ട് അതിൽ പിടിച്ച് കിട്ടും. എണ്ണ നല്ല ചൂടായി അതിലേക്ക്. എണ്ണ നല്ല ചൂടായാൽ ഇങ്ങനെ പിടിക്കില്ല, ഒട്ടി പിടിക്കുകയൊന്നുമില്ല, കറക്റ്റായിട്ട് കിട്ടും. മേളിൽ കുറച്ച് മസാല തേച്ച് പിടിപ്പിക്കാം. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷാണ്. അതുകൊണ്ട് ഒരുപാട് കഷ്ണങ്ങൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ മറിച്ചിടാൻ നോക്കുകയാണെങ്കിൽ അത്ര നല്ലതല്ല. അപ്പോൾ 1 by 1, കാര്യം ഇതൊരു ഫില്ലേ ടൈപ്പാണ്. ഇപ്പോൾ ഒരു പക്ഷേ സ്ക്വയർ പീസൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് നീളത്തിന് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഷേപ്പിലല്ലേ ചെയ്ത് ഒരു സൈഡ് ആകുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കാം. ഷാൽ ഐ റെഡ്യൂസ് ദ ഫ്ലെയിം? ഒരു സൈഡ് പാകത്തിന് മൂത്തപ്പോൾ മറിച്ചിട്ടു. ഇപ്പോൾ മറ്റേ സൈഡും പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് മാറ്റും. ഓക്കെ, അങ്ങനെ നന്നായിട്ട് ഷെഫ് പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. തിലാപ്പിയ പാൻ ഫ്രൈഡ്. നല്ലൊരു അലങ്കാരമൊക്കെയാണ്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. വെരി നൈസ്. നല്ല സോഫ്റ്റ്, എനിക്ക് പറയാൻ വാക്കുകളില്ല. നല്ല അതിനകത്ത് ആ മസാലയൊക്കെ നന്നായിട്ട് അതിൽ കയറി. ദ മസാല ടേസ്റ്റ് ഇസ് ഓൾസോ കമ്മിങ് ഔട്ട് വെരി ഗുഡ് വിത്ത് ദ ഫിഷ്. ഇറ്റ്സ് നൈസ്, വെരി നൈസ്. സോഫ്റ്റ് ആൻഡ് സട്ടിൽ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഭയങ്കര രസമുണ്ട്. ഏത് മസാല ചേർക്കുന്ന ആ മസാലയുടെ സ്വാദ് അതിലേക്ക് പിടിക്കുന്നുമുണ്ട്. വളരെ ഡെലിക്കേറ്റ് ആയതുകൊണ്ട് സൂക്ഷിച്ചിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. എക്സലൻറ്റ്. ഇപ്പോൾ നല്ല ഫ്ലഷി ആയിട്ടുള്ള ചിക്കൻ ഓഫ് ദി സീ അല്ലേ, സീ ചിക്കൻ ഫ്ലഷി ആയിട്ടുള്ള ഫിഷാണ്. അതുകൊണ്ട് നല്ല ഫ്രഷ് ആൻഡ് ഫ്ലഷി തിലാപ്പിയ. അതും ഇപ്പോൾ ഇവിടുത്തെ ക്യാമ്പേ ടൈഗർ പ്രോഡക്ട്സിൻ്റെ കൂട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ തിലാപ്പിയ എന്നുള്ള ഫിഷ്. അത് അവരുടെ ഔട്ട്ലെറ്റിൽ ഡയറക്റ്റായിട്ട് ചെന്നിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും. അത് നമുക്ക് ഇത് ഫ്രഷ് ഇപ്പോൾ കണ്ട് വാങ്ങാം. അതിൻ്റെ വെയിറ്റ് നോക്കി ഈ സൈസ് നോക്കിയൊക്കെ വാങ്ങാം. അവരവിടെ വെച്ച് തന്നെ ക്ലീൻ ചെയ്തൊക്കെ തരുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത ഷെഫ് കാണിക്കാൻ പോകുന്നത് ഒരു പ്രോൺ റാപ്പ് അല്ലെങ്കിൽ പ്രോൺ റോൾ, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ റാപ്പ് ചെയ്യാനായിട്ട് ഒരു റാപ്പ് എന്ന് പറയുന്ന കാര്യത്തിന് പകരം അത് റെഡിമെയ്ഡ് ആയിട്ട് തന്നെ റാപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കവാൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്, കവാൻ റൈറ്റ്, ഇത് ഇവിടുത്തെ ഇവരുടെ തന്നെ വെസ്റ്റ് കോസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നൊരു ബ്രാൻഡ് തന്നെയാണിത്, കവാൻ. അപ്പോൾ ഈ കവാൻ്റെ ഈ റെഡിമെയ്ഡ് പൊറാട്ടാസ് ഉണ്ട്, അത് വാങ്ങിയിട്ട് അതിലാണിപ്പോൾ റാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മേക്കിങ്ങും എളുപ്പമാണ്. ഇത് ജസ്റ്റ് എടുക്കുന്നു, തവയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിയുമ്പോൾ സംഗതി റെഡി. എന്നിട്ട് അതിനകത്തേക്കാണ് സ്റ്റഫിംഗ് ആയിട്ട് പിന്നെ ക്യാമ്പേ ടൈഗറിനെ വെച്ചിട്ട് തന്നെ ടൈഗർ പ്രോൺസ് വെച്ചിട്ട് തന്നെ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് ചെയ്തു. അപ്പോൾ ആദ്യം ക്യാമ്പേ ടൈഗർ പ്രോൺസ് എടുത്തിട്ട് അത് ഒരു ചെറിയൊരു മാരിനേഷൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നു. ഒരല്പം കുരുമുളക് പൊടി, ഉപ്പ്, ഇച്ചിരി ഉപ്പ്, ആദ്യം ഉപ്പ്, കുരുമുളക് പൊടി, ഒരല്പം നാരങ്ങയുടെ ലൈം ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കും. അപ്പോൾ മാരിനേഷൻ വളരെ ഈസിയാണ്. 10 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. അത് നാരങ്ങാ നീരും കൂടി ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കും. നാരങ്ങാ നീര്, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രേ ഉള്ളൂ. പുരട്ടി വയ്ക്കുന്നു 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് പാനിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്യുന്നു. അതാണ് സ്റ്റഫിങ്. അതുപോലെ തന്നെ പാനിൽ വെച്ചിട്ട് ഈ പൊറാട്ടാസ്, കവാൻ പൊറാട്ടാസ് ഒന്ന് ചൂടാക്കി ചുട്ടെടുക്കുന്നു. അതിനകത്ത് സ്റ്റഫ് ചെയ്യുന്നു. എന്നിട്ട് റോൾ ചെയ്യും. എളുപ്പം അല്ലേ? 1 ടീസ്പൂൺ എണ്ണ മതി. അതിലേക്ക് എണ്ണ ചൂടായിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ്, ഇനി മാരിനേറ്റഡ് പ്രോൺസ് ഇടുകയാണ്. എണ്ണ ചൂടായി.
പെട്ടെന്ന് തന്നെ ഇതിനധികം സമയമൊന്നും വേണ്ട. ഇറ്റ് ടേക്സ് ഹാർഡ്ലി ഹൗ മെനി മിനിറ്റ്സ് ഫോർ കുക്കിംഗ് ടൈം? 2.5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇപ്പം ഈ പ്രോൺസ് ഒക്കെ ഒരുപാട് വേവിക്കാൻ പാടില്ല എന്നാണ്, അത് ഭയങ്കര റബ്ബറി ആയി പോവും. അല്ലെങ്കിൽ ഭയങ്കര ഒരു നല്ലതായിട്ട് വെന്ത് കിട്ടും. അതിൻ്റെ ആ ഫ്ലേവർ അങ്ങനെ തന്നെ സീൽഡായി കിട്ടും. ഇതിപ്പോൾ ഫ്ലേവർ സീൽഡായി വരും, കാര്യം നാരങ്ങാനീര്, കുരുമുളക് പൊടി, ഉപ്പ്. അപ്പോൾ ശരിക്കും പ്രോൺസിൻ്റെ സ്വാദ് നന്നായിട്ട് അറിയാൻ പറ്റും ഈ രീതിയിലുള്ളൊരു മാരിനേഷൻ ആണെങ്കിൽ. അത് കഴിഞ്ഞു. ഇത് നമുക്ക് തവ വയ്ക്കാം. ഇതിവിടെ സൈഡിലിരിക്കട്ടെ. തവ ചൂടായി കഴിഞ്ഞാൽ ഈ പറാട്ടാസ് റോളിന് വേണ്ടേ ഫ്ലേക്കി പറാട്ടയാണിത്, കവാൻ. അത് നേരെ പാക്കറ്റിൽ നിന്ന് പൊട്ടിക്കുന്നു, ഈ ഒരു ഫ്രൈങ് പാനിലേക്ക് വയ്ക്കുന്നു, ചുട്ടെടുക്കും. അപ്പോൾ ഈ റാപ്പിന് വേണ്ട സാധനങ്ങൾ കുറച്ച് ക്യാബേജ്, പിന്നെന്താ കുറച്ച് ക്യാപ്സിക്കം വെള്ളത്തിനരിഞ്ഞത്, കുറച്ച് ക്യാരറ്റ്സ്, സം ഓണിയൻസ്, സവാള, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, ഓക്കെ, ലെമൺ ജ്യൂസ്, കുറച്ച് നാരങ്ങാനീര്, ലിറ്റിൽ സോൾട്ട് ഓൾസോ, കുറച്ച് നാരങ്ങാനീര്, ഇച്ചിരി ഉപ്പ്, ഇത്രയും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. കുറച്ച് കുരുമുളക് പൊടി, ലെറ്റ് വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ടോസ് ചെയ്യുന്നു, ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലെ കുറേ വെജിറ്റബിൾസ് എല്ലാം കൂടി, സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, കുറച്ച് നാരങ്ങാനീര്, ആൻഡ് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രെയിൻസ്, സോൾട്ട് ആൻഡ് പെപ്പർ ആൻഡ് ലെമൺ ജ്യൂസ് എല്ലാം കൂടെ ഒന്ന് ടോസ് ചെയ്തെടുക്കും. ഇതാ ഫില്ലിങ്ങിന് റാപ്പിനകത്ത് വെക്കാനുള്ള, പ്രോൺസിനോടൊപ്പം വെക്കാനുള്ള വെജിറ്റബിൾസിൻ്റെ ഒരു സാലഡ് മാതിരി ചെയ്താണ്. കവാൻ പറാത്ത, ഫ്ലേക്കി പറാത്തയുടെ ഒരു ഇങ്ങനെയാണ് വരുന്നത്. അതിങ്ങനെ രണ്ട് സൈഡിലും പേപ്പർ ഉണ്ടാവും ഉണ്ടല്ലോ. ഇനി ഇതിങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഇത് ശരിക്കും ഫ്രോസൺ ആയിട്ട് ഇരിക്കുന്നത് തന്നെ എടുത്തിട്ട് വന്നിട്ട് അതിനെ പ്രത്യേകിച്ച് തണുപ്പ് മാറാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പാക്കറ്റ് കട്ട് ചെയ്യുന്നു, നേരെ രണ്ട് ബട്ടർ പേപ്പർ പോലത്തെ പേപ്പറിൻ്റെ നടുക്കാണ് അതിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിലെ പേപ്പർ പീൽ ചെയ്തിട്ട് നേരെ തവയിലേക്ക് വയ്ക്കുക, എന്നിട്ട് മറു സൈഡും മാറ്റുക, എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് ഒരു 1-1.5 മിനിറ്റ് കൊണ്ട് പറാട്ട റെഡിയാവും, ഫ്ലേക്കി പറാട്ടാസ്. നല്ലതായിട്ട് പൊള്ളി വരുന്നുണ്ടോ, ഫ്ലേക്കി ആയിട്ട്, ഫ്ലേക്കി ഇങ്ങനെ പാളി പോലെ പൊങ്ങി വരുന്നുണ്ട്. ഇതായി കഴിഞ്ഞു. 1 മിനിറ്റ് 1.5 മിനിറ്റിനകത്ത് സംഗതി റെഡിയാണ്. ഓക്കെ, അത് റാപ്പാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ റാപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഫ്ലേക്കി പറാട്ട റെഡിയാണ്, കവാൻ പറാട്ട, പിന്നെ അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് എല്ലാം കൂടി ഒരു സാലഡ് സ്റ്റൈലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓൾ ജൂലിയനായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട്. പിന്നെ ഇതിൽ പ്രോൺ പാൻ ഗ്രിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ആദ്യം കുറച്ച് മയണീസ് സോസ് വയ്ക്കുന്നു, അതൊന്ന് അതിൽ വെച്ചിട്ട് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ്നെസ്സും ഒരു ഈർപ്പമൊക്കെ കിട്ടാനാണ് മയണീസ് സോസ് വയ്ക്കുന്നത്. വേണമെന്നുള്ളവർക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി വേണമെങ്കിൽ ചെയ്യാം, എടുത്ത് വയ്ക്കാം. പ്രോൺസ്, ക്യാമ്പേ ടൈഗർ, മറ്റേ ടൈഗർ പ്രോൺസ്, ബ്ലാക്ക് ടൈഗർ പ്രോൺസ്, സം വെജിറ്റബിൾസ്. ഇനി ഒന്ന് റാപ്പ് ചെയ്യുന്നു. അങ്ങനെ വളരെ സ്വാദിഷ്ടമായി യമ്മി പ്രോൺ റാപ്പ് ഇവിടെ റെഡിയാണ്. ഇത് ക്യാമ്പേ ടൈഗർ, ദറ്റ് ഈസ് ബ്ലാക്ക് ടൈഗർ പ്രോൺസ് വെച്ചിട്ടാണ് സ്റ്റഫിങ്. നല്ല മനോഹരമായിരിക്കുന്നു. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, വളരെ ഫില്ലിംഗ് ആണ്, വളരെ എന്താ പറയുക ഹോൾസം മീൽ പോലെ കഴിക്കാൻ വേണമെങ്കിൽ ഈസി ടു മേക്ക്. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്, ഒട്ടും സ്പൈസി അല്ലല്ലോ, വളരെ കുറച്ച് പേപ്പറൊക്കെ അല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഇതൊരു കാര്യം, ഇതിങ്ങനെ കടിച്ച് കഴിക്കാം. പക്ഷേ എന്തായാലും എൻ്റെ വയറ് ഫുള്ളാണ്, ഞാൻ മീനെല്ലാം കഴിച്ച് ഐ എം സോ ഫുൾ വിത്ത് ദ ഫിലെ ആൻഡ് പ്രോൺസ് ആൻഡ് എവറിത്തിങ്. I can't have it anymore, but ഇതൊരു ഭയങ്കര ഒരു യമ്മി ടേസ്റ്റ് ആയിരിക്കും, നോ ഡൗട്ട്. താങ്ക് യു ഷെഫ്, താങ്ക് യു സോ മച്ച്. ഓക്കെ.
വെസ്റ്റ് കോസ്റ്റ് ഗ്രൂപ്പിൻ്റെ ക്യാമ്പേ ടൈഗർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ക്യാമ്പേ ടൈഗർ ഫുഡ് പ്രോഡക്ട്സിൻ്റെ എല്ലാം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ കണ്ട് മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഓണറായിട്ടുള്ള ശ്രീ കമലേഷ് ഗുപ്ത എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡാണ്. അദ്ദേഹമാണ് എൻ്റെ ഓണർ. ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, എനിക്ക് ശരിക്കും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിൽ കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞു തന്ന് മകൻ ഇവിടെ തന്നെ ഉണ്ട്. ത്രൂ ഔട്ട് നമ്മളുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു മിസ്റ്റർ ശിവം ഗുപ്ത. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമുക്കൊന്ന് താങ്ക്സ് പറയണം. ഈ കാര്യങ്ങളെല്ലാം ഭയങ്കര സഹകരണമായിരുന്നു, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നു. താങ്ക് യു സോ മച്ച്. My pleasure. Okay, so we'll meet again. Absolutely. Okay, thank you. Thank you. Okay, thank you.